ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഹാക്സോ ഫ്രെയിംസ് ആൻഡ് ബ്ലേഡ്സ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ സെക്ടറാണ്. ഇന്നത്തെ കാലത്ത് വർക്ക്ഷോപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഹാക്സോ, ബ്ലേഡും ഫ്രെയിമും. ഇതിനെ പറ്റിയൊരു ക്ലാസ്സാണ് ഇതിൽ പറയുന്നത്. Introduction. Among the various hand cutting tools, the hand hacksaw is the most common and useful for bench fitting work. ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ പലതരത്തിലുള്ള ടൂൾസ് നമുക്ക് ഉപയോഗിക്കാറുണ്ടെങ്കിലും ഹാൻഡ് ആക്സോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ്. ഇത് ഒരു ബെഞ്ച് ഫിറ്റിംഗ് വർക്ക്, നമുക്ക് ഏതെങ്കിലും വർക്ക് ബെഞ്ചിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ബെഞ്ചിൽ വൈസിൽ ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാക്സോ ഉപയോഗിക്കാം. അതുകൊണ്ട് ഒരു വർക്ക്ഷോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഹാക്സോ. എ ഹാക്സോ ഫ്രെയിം ഈസ് യൂസ്ഡ് അലോങ് വിത്ത് ദി ബ്ലേഡ് ടു കട്ട് മെറ്റൽസ് ഓഫ് ഡിഫറെൻറ്റ് സെക്ഷൻസ്. ഒരു ഫ്രെയിം, ഒരു ആക്സോ ഫ്രെയിം സാധാരണഗതിയിൽ ഒരു ആക്സോ ബ്ലേഡിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് മെറ്റലിനെ രണ്ട് ഭാഗങ്ങളായിട്ടോ ഒക്കെ മുറിക്കാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ പറ്റും. They are specified by the type, maximum length of the blade that can be fixed. Example. അപ്പോൾ ഇതിന് ഒരു ആക്സോ ഫ്രെയിം പ്രധാനമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ ആക്സോ ബ്ലേഡിൽ ഏത് ടൈപ്പ് ആക്സോ ഫ്രെയിമാണ്. പലതരത്തിലുള്ള ആക്സോ ഫ്രെയിം ഉണ്ട്. അതുപോലെ ഏത് ലെങ്ത്തിലുള്ള ബ്ലേഡാണ് നമ്മൾ സാധാരണഗതിയിൽ ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് സാധാരണഗതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത് 300 mm ബ്ലേഡാണ്. 30 cm ബ്ലേഡാണ് സാധാരണഗതിയിൽ മാർക്കറ്റ് അവൈലബിൾ ആണ്. എന്നാൽ സ്പെഷ്യലായിട്ട് 250 mm 200 mm ഒക്കെ പലതരത്തിലുള്ള ബ്ലേഡ് നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് 300 mm ബ്ലേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ആക്സോ ഫ്രെയിം സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എന്താണ്, ആ ആക്സോ ഫ്രെയിമിൻ്റെ തരം, അതുപോലെ ഏത് ബ്ലേഡാണ് അത് ഫിറ്റ് ചെയ്യുന്നത് അനുസരിക്കും. ഒരു ഉദാഹരണം പറയാം. എക്സാമ്പിൾ: അഡ്ജസ്റ്റബിൾ ആക്സോ ഫ്രെയിം ട്യൂബുലർ 250 mm to 300 mm or 18 to 12 mm. ഒരു അഡ്ജസ്റ്റബിൾ ഹാക്സോ ഫ്രെയിം, അതിൻ്റെ സ്പെസിഫിക്കേഷനാണത്. അതിൻ്റെ 250 mm to 300 mm ട്യൂബുലറാണ്. അതിൽ 200 mm ബ്ലേഡും 300 mm ബ്ലേഡും നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് ആക്സോ ഫ്രെയിംസ്. ആക്സോ ഫ്രെയിംസിൻ്റെ തരങ്ങളെ പറ്റിയാണ് പറയുന്നത്. പലതരത്തിലുള്ള ആക്സോ ഫ്രെയിം നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് പ്രധാനമായി 2 തരത്തിലുള്ള 3 തരത്തിലുള്ള ഫ്രെയിമാണ് ഉപയോഗിക്കുന്നത്. സോളിഡ് ഫ്രെയിം, അഡ്ജസ്റ്റബിൾ ഫ്രെയിം, ട്യൂബുലർ ടൈപ്പ്. അതിൽ സോളിഡ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഓൺലി എ ബ്ലേഡ് ഓഫ് പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ലെങ്ത് ക്യാൻ ബി ഫിറ്റഡ് ടു ദിസ് ഫ്രെയിം. ഫോർ എക്സാമ്പിൾ 300 mm 250 mm. അപ്പോൾ ഇതിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ലെങ്ത് ബ്ലേഡ് മാത്രമേ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് 300 mm ഓർ 250 mm. ഒന്നുകിൽ 250 mm ബ്ലേഡ് ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 300 mm ബ്ലേഡ് ഫിറ്റ് ചെയ്യാം. ഈ രണ്ട് ഒരു പർട്ടിക്കുലർ അളവ് മാത്രമേ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 300 mm ഫ്രെയിമിൻ്റെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ 300 mm മാത്രമേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് അഡ്ജസ്റ്റബിൾ ഫ്രെയിം, ഫ്ലാറ്റ് ടൈപ്പ്. ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ബ്ലേഡ് ക്യാൻ ബി ഫിറ്റഡ് ടു ദിസ് ഫ്രെയിം. ഫോർ എക്സാമ്പിൾ 250 mm ആൻഡ് 300 mm. ഒരേ ഫ്രെയിമിൻ്റെ മുകളിൽ തന്നെ നമുക്ക് 250 mm 300 mm ബ്ലേഡ് തന്നെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ടൈപ്പ് ഫ്രെയിമാണ് അതിൽ വരുന്നത്. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ അതിലുണ്ട്. ഇനി മൂന്നാമത്തെ ടൈപ്പ് അഡ്ജസ്റ്റബിൾ ഫ്രെയിം ട്യൂബുലർ ടൈപ്പ്. ഇത് ചിത്രത്തിൽ താഴെ കാണിച്ചിട്ടുണ്ട് ചിത്രം. അപ്പോൾ ട്യൂബുലർ ഷേപ്പിലാണ്, ഒരു പൈപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. അത് ശരിക്കും ദിസ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ്. ഇറ്റ് ഗീവ്സ് ബെറ്റർ ഗ്രിപ്പ് ആൻഡ് കൺട്രോൾ വൈൽ സോയിങ്. നമുക്ക് ശരിക്കും പിടുത്തം കിട്ടും, അതുപോലെ നല്ല കൺട്രോൾ കിട്ടും സോ ചെയ്യുമ്പോൾ. അതിന് ഉപയോഗിക്കുന്ന ഫ്രെയിമാണ് കാണിച്ചിരിക്കുന്നത്. അത് ട്യൂബുലർ ടൈപ്പാണ്. ഒരു പൈപ്പ് വേറെ പൈപ്പിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന ടൈപ്പാണ് അതിൽ ഉപയോഗിക്കുന്നത്. ചിത്രത്തിൽ നോക്കിയാൽ അത് കാണാൻ പറ്റും. അടുത്തത് പാർട്സ് ഓഫ്
ആക്സോ ഫ്രെയിം. ഒരു ആക്സോ ഫ്രെയിമിൻ്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് അത് പറയുന്നത്. ഇടതുവശത്ത് ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ശരിയായ ഭാഗങ്ങൾ നമ്പർ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ പാർട്ട് ഹാൻഡിൽ. അതിൻ്റെ വലതുവശത്ത് കാണാൻ ശരിക്കും പിടിക്കാൻ പറ്റുന്ന ഒരു ഹാൻഡിൽ കാണാം. അത് കംഫർട്ടബിൾ ആയിട്ട് പിടിക്കാനുള്ള ഹാൻഡിലാണ്. രണ്ടാമത് ഫ്രെയിം കഴിച്ച് ബാക്കിയുള്ള ആക്സോ ഫ്രെയിമിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഫ്രെയിം എന്നാണ് പറയുന്നത്. മൂന്നാമത് ട്യൂബുലാർ ഫ്രെയിം വിത്ത് ഹോൾസ് ആൻഡ് ലെങ്ത് അഡ്ജസ്റ്റ്മെൻറ്റ്. അതിൽ മൂന്നാമത്തെ ചിത്രം നോക്കി അറിയാൻ പറ്റും. കുറച്ച് ഹോൾസ് കാണാൻ പറ്റും. ഈ ഹോളിനോട് കൂടിയാണ് നമ്മൾ ആ ഫ്രെയിം പാസ് ചെയ്തിട്ട് നമുക്ക് പല ലെങ്ത്തിലുള്ള പല ഹോളിലാണ് ആ പിന്ന് ഏത് ഹോളിലാണ് ഇടുന്നത് അനുസരിച്ച് അതിന് നീളം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അടുത്ത് റീറ്റൈനിങ് പിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സോയുടെ രണ്ട് ഭാഗത്ത് താഴെ ബ്ലേഡിൻ്റെ ഹോൾസിന് കറക്റ്റായിട്ട് സ്യൂട്ടാവുന്ന രണ്ട് പിന്നുകളുണ്ട്. ഇതിന് റീറ്റൈനിങ് പിൻ എന്നാണ് പറയാം. രണ്ട് ഭാഗത്തും ഓരോ പിന്നുകളുണ്ട്. റീറ്റൈനിങ് പിൻ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. അടുത്തത് അഞ്ചാമത്തെ ഫിക്സഡ് ബ്ലേഡ് ഹോൾഡർ. ഇതിൻ്റെ രണ്ട് ഭാഗത്ത് ഓരോ ബ്ലേഡ് ഹോൾഡർ ഉണ്ട്. ആ ബ്ലേഡ് ഫിറ്റ് ചെയ്യുന്ന ഓരോ പാർട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ബ്ലേഡ് ഹോൾഡർ എന്ന് പറയാം. അതിൽ വലതുവശത്തുള്ളത് ഫിക്സഡ് ടൈപ്പാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഫിക്സഡ് ടൈപ്പാണ്. ഇനി ആറാമത്തെ പാർട്ട് നോക്കുക, അഡ്ജസ്റ്റബിൾ ബ്ലേഡ് ഹോൾഡർ. ഇതിൻ്റെ ഇടതുവശത്തുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് വിങ്ങട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ലൂസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് കൊണ്ട് നീങ്ങി കൊടുക്കും. അത് ബ്ലേഡിൻ്റെ ടെൻഷൻ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു. അതിൻ്റെ പേരാണ് അഡ്ജസ്റ്റബിൾ ബ്ലേഡ് ഹോൾഡർ. അടുത്തത് വിങ് നെട്ട് ഒരു നെട്ടാണ്. അതിൻ്റെ ചിറകുകൾ പോലുള്ള പാർട്ടുണ്ട്. അതിൻ്റെ പേരാണ് വിങ് നെട്ട് എന്ന് പറയാം. വിങ് നെട്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു ആക്സോ ബ്ലേഡിൻ്റെ ഫ്രെയിമിൻ്റെ ഭാഗങ്ങൾ. ഇതൊക്കെയാണ് ഹാൻഡിൽ, ഫ്രെയിം, റീറ്റൈനിങ് പിൻസ്, ഫിക്സഡ് ബ്ലേഡ് ഹോൾഡർ, അഡ്ജസ്റ്റബിൾ ബ്ലേഡ് ഹോൾഡർ, വിങ് നെറ്റ്. ഇത്രയും പാർട്ടുകളാണ് പ്രധാനമായിട്ട് ഒരു ആക്സോ ഫ്രെയിമിനുള്ളത്. അതുപോലെ അതിൻ്റെ താഴെ കാണുന്ന പിക്ചറിലും അതിൽ പാർട്സ് കാണിച്ചിട്ടുണ്ട്. ഹാൻഡിൽ, പിൻ, ബ്ലേഡ്, ഫ്രെയിം, വിങ് നെറ്റ് ഇതൊക്കെ നമുക്ക് അതിൽ കാണിച്ചിട്ടുണ്ട്. എ ആക്സോ ഫ്രെയിം ഈസ് മെയ്ഡ് ഓഫ് ഐദർ ലോ അലോയ് സ്റ്റീൽ ഓർ ഹൈ സ്പീഡ് സ്റ്റീൽ. അപ്പോൾ ഈ ആക്സോ ബ്ലേഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് ആക്സോ ബ്ലേഡിനാണ് പറയുന്നത്. ആക്സോ ബ്ലേഡ് പ്രധാനമായിട്ട് നമുക്കറിയാം, ആക്സോ ഫ്രെയിമിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ആക്സോ ബ്ലേഡ്. ഈ ബ്ലേഡ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നത് ലോ അലോയ് സ്റ്റീൽ കൊണ്ടാണ്. അതിനൊരു ലോഹ സങ്കരാണ് അത് ലോ അലോയ് സ്റ്റീൽ ഓർ ഹൈ സ്പീഡ് സ്റ്റീൽ. ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീലിൻ്റെ കൂടെ ബാക്കിയുള്ള ചില എലമെൻറ്റ്സ്, ചില ലോഹങ്ങൾ ആഡ് ചെയ്യും. അതിൻ്റെ കട്ടിങ് എബിലിറ്റി കൂട്ടാൻ, അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പല കാരണത്താൽ പലതും ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ഓരോ സങ്കരങ്ങളാണ് ഇത് HSS ലോ അലോയ് എന്നൊക്കെ പറഞ്ഞത്. HSS എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ, ക്രോമിയം, വനേഡിയം തുടങ്ങിയ ലോഹങ്ങൾ ഇരുമ്പിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക, അല്ലെ പല പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ആക്സോ ബ്ലേഡ്സ് ആർ അവൈലബിൾ ഇൻ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് 250 mm, 300 mm. ആക്സോ ബ്ലേഡ് സ്റ്റാൻഡേർഡായിട്ട് അവൈലബിൾ ആവുന്നത് 250 mm, 300 mm നീളത്തിലാണ്. അടുത്ത ആക്സോ ബ്ലേഡിനെ കുറിച്ചാണ് പറയുന്നത്. ആക്സോ ബ്ലേഡ്സ് അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഒരു ആക്സോ ബ്ലേഡിൻ്റെ ചിത്രം ഇടതുവശത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ പാർട്ട് നമുക്ക് അറിയാൻ പറ്റും. പാർട്സ് ഓഫ് ആക്സോ ബ്ലേഡ്സ്. ഒന്ന് ബാക്ക് എഡ്ജ് അതിൻ്റെ പാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ബാക്ക് എഡ്ജിന് അതിൻ്റെ മുകളിൽ കാണുന്ന ചെറിയ വീതി കുറഞ്ഞ ഭാഗത്തിനാണ് ബാക്ക് എഡ്ജ് പറയുന്നത്. അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുമ്പം മെറ്റലിന് മുകളിൽ ടച്ച് ചെയ്യുന്ന ഭാഗം സൈഡ്. സെൻറ്റർ ലൈൻ, ഒരു ഇമാജിനറി സെൻറ്റർ ലൈൻ കാണിച്ചിട്ടുണ്ട് ലെങ്ത്ത് കാണാൻ വേണ്ടി. അപ്പോൾ ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്സോ ബ്ലേഡിൻ്റെ ഒരു പിന്നിൻ്റെ സെൻറ്ററിൽ നിന്ന് മറ്റൊരു ഹോളിൻ്റെ പിന്നിൻ്റെ സെൻറ്ററിലേക്കുള്ള അളവാണ് ലെങ്ത്തായിട്ട് കണക്കാക്കുന്നത്. പിന്നെ പിൻ ഹോൾസ്, അതിൻ്റെ അറ്റത്ത് 2 പിൻ ഹോൾ, ആ പിന്ന് ഇടാനുള്ള ചെറിയ ഹോൾസ് ഉണ്ടായിരിക്കും. ഇതാണ് പ്രധാനമായിട്ടും ഒരു ആക്സോ ബ്ലേഡിൻ്റെ ഭാഗങ്ങൾ. ഇതൊക്കെയാണ് ബാക്ക് എഡ്ജ്, സൈഡ്, സെൻറ്റർ ലൈൻ, പിൻ ഹോൾസ്. അടുത്ത് ടൈപ്സ് ഓഫ് ആക്സോ ബ്ലേഡ്സ്. ആക്സോ ബ്ലേഡിൻ്റെ തരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആക്സോ ബ്ലേഡ് പല തരത്തിലുള്ള ആക്സോ ബ്ലേഡ് പ്രധാനമായിട്ട് ലഭ്യമാണ്. അപ്പോൾ അതിന് ഹാർഡ്നെസ് അനുസരിച്ചാണ് അതിൽ വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുപയോഗിച്ച് നമുക്ക് വേറൊരു ഒരു ഇരുമ്പാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ തമ്മിലുള്ള വ്യത്യാസം? ആക്സോ ബ്ലേഡിന് കാഠിന്യം കൂടുതലാണ്, അല്ലെ ഹാർഡ്നെസ് കൂടുതലാണ്. ആ ഹാർഡ്നെസ് കൂടിയാൽ മാത്രമേ നമുക്ക് ആ ഹാർഡ്നെസ് കൂടിയ മെറ്റൽ ഉപയോഗിച്ച് ഹാർഡ്നെസ് കുറഞ്ഞ മറ്റൊരു മെറ്റൽ കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. പ്രധാനമായി 2 തരത്തിലുള്ള ബ്ലേഡുകളാണ് വരുന്നത്. ഒന്ന് ആൾ ഹാർഡ് ബ്ലേഡ്, ഒന്ന് ഫ്ലെക്സിബിൾ ബ്ലേഡ്. അപ്പോൾ എന്താണ് ആൾ ഹാർഡ് ബ്ലേഡ് നോക്കാം. ദ ഫുൾ ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ബിറ്റ്വീൻ ദ പിൻ ഈസ് ഹാർഡൻഡ് and it is used for harder metals such as tool steel, die steel and HCS. അപ്പോൾ ആൾ ഹാർഡ് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് ബ്ലേഡിൻ്റെ ചിത്രം നോക്കി അറിയാൻ പറ്റും, അതിൻ്റെ ഫുൾ ലെങ്ത്ത് ഹാർഡൻ ചെയ്തിരിക്കും. ഹാർഡൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കാഠിന്യം കൂട്ടുകയാണ്. അപ്പോൾ ഹാർഡൻ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പൊട്ടാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. നല്ലോണം ഹാർഡ്നെസ് കൂടുമ്പോൾ പൊട്ടാൻ കൂടുതൽ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഹാർഡ് ബ്ലേഡിൽ എല്ലാ ഭാഗവും ബ്ലേഡിൻ്റെ ഒരു 2 പിന്നിൻ്റെ ഇടയിലുള്ള എല്ലാ ഭാഗങ്ങളും ഹാർഡൻ ചെയ്തിരിക്കും. 2 ഹോൾ 2 ഭാഗത്തുണ്ട് ബ്ലേഡിൻ്റെ, അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ പോർഷനും ഹാർഡ്നെസ് കൂട്ടിയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ട് എന്താ പറയുക, ഹാർഡർ മെറ്റൽ കട്ട് ചെയ്യാനാണ്. ഇപ്പോൾ ടൂൾ സ്റ്റീൽ, ഡൈ സ്റ്റീൽ, HCS, അപ്പോൾ ഹൈ കാർബൺ സ്റ്റീൽ. അപ്പോൾ കാഠിന്യം കൂടിയ മെറ്റൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഹാർഡ് ബ്ലേഡ് ഉപയോഗിക്കുന്നത്, HCS, ഡൈ സ്റ്റീലൊക്കെ. ഇനി അടുത്തതാണ് ഫ്ലെക്സിബിൾ ബ്ലേഡ്. ഓൺലി ദ ടീത്ത് ആർ ഹാർഡൻഡ്. ഇതിൽ ടീത്ത് പാർശ്വം മാത്രമേ ഹാർഡൻ ചെയ്യാം, ടീത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം ഹാർഡൻ ചെയ്യുന്നു. കാരണം ആ ടീത്ത് ഭാഗം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ മാത്രമേ നമ്മൾ ഹാർഡൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ശരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓഫ് ദെയർ ഫ്ലെക്സിബിലിറ്റി ദീസ് ബ്ലേഡ്സ് ആർ യൂസ്ഫുൾ ഫോർ കട്ടിങ് അലോങ് കർവ്ഡ് ലൈൻസ്. അപ്പോൾ ഒരു വളഞ്ഞ ലൈൻസ് അല്ല, ഒരു വളവിലൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഫ്ലെക്സിബിൾ ബ്ലേഡ് ഉപയോഗിക്കാൻ പറ്റും. ഹാർഡ് ബ്ലേഡ് അതിന് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് പൊട്ടിപ്പോവും. അപ്പോൾ ഫ്ലെക്സിബിൾ ബ്ലേഡിൽ ആ ടീത്തിൻ്റെ പാർട്ട് മാത്രം, ആ പോർഷൻ മാത്രമായിട്ടാണ് ഹാർഡൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് പിച്ച് ഓഫ് ബ്ലേഡ്. അപ്പോൾ നിങ്ങൾ ഫിറ്റുള്ള ഏറ്റവും കൂടുതൽ എന്ത് പഠിക്കുമ്പോൾ നമ്മൾ പിച്ച് എന്ന് പറയും. പിച്ച് എന്ന് പറഞ്ഞാൽ ഏതായാലും 2 പോയിൻറ്റ്സ് തമ്മിലുള്ള അകലാണ് പിച്ച്. ഉദാഹരണമായി ഫയലായാലും അതുപോലെ ആക്സോ ആയാലും ഒരു ടീത്ത് മുതൽ അടുത്ത ടീത്ത് വരെയുള്ള ലെങ്ത്തിനാണ് നമ്മൾ എന്ത് പറയുക, പിച്ച് എന്ന് പറയുക. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ടീത്ത് ഈസ് നോൺ ആസ് പിച്ച് ഓഫ് ബ്ലേഡ്. ഒരു ബ്ലേഡിൻ്റെ ഒരു ടീത്തിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു ടീത്തിൻ്റെ പോയിന്റിലേക്കുള്ള അകലാണ് പിച്ച് എന്ന് പറഞ്ഞത്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ള ലെങ്ത്ത്. ക്ലാസിഫിക്കേഷൻ ഓഫ് പിച്ച്. ഈ പിച്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് കോഴ്സ് 1.8 mm, കോഴ്സ് പിച്ച് ആണെങ്കിൽ 1.8 mm ഉള്ളൂ. അതുപോലെ മീഡിയം 1.4 mm, ഫൈൻ 0.8 mm. 3 തരത്തിലുള്ള പിച്ചാണ് വരുന്നത്. അപ്പോൾ ഒരു ടീത്തിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത ഒരു ടീത്തിൻ്റെ പോയിന്റിലേക്ക് എത്രയാണ് വരുന്നത്, 1.8 mm ആണെങ്കിൽ അതിന് കോഴ്സ് പിച്ച് എന്ന് പറയുന്നു. 1.4 mm 1 mm ആണെങ്കിൽ അത് മീഡിയം പിച്ച് എന്ന് പറയുന്നു. ഫൈൻ ആണെങ്കിൽ 0.8 mm എന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വിഡ്ത്ത് കൂടിയത് കോഴ്സാണ്. മീഡിയമാണ് 1.4 mm 1 mm, ഫൈൻ 0.8 mm. ഇതിന് വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ വളരെ കനം കുറഞ്ഞ ഷീറ്റൊക്കെയാണ് കട്ട് ചെയ്യുമെങ്കിൽ എന്താണ് എപ്പോഴും നമ്മൾ ഫൈൻ പിച്ച് ഉപയോഗിക്കുന്നു. അല്ലാതല്ല നല്ല വീതി കൂടിയ മെറ്റലാണെങ്കിൽ നമുക്ക് കോഴ്സ് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ടീത്തിൻ്റെ എണ്ണം ഒരു ബ്ലേഡിൻ്റെ മുകളിൽ കുറേ ടീത്തിൻ്റെ എണ്ണം കൂടുതലായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ടീത്തിൻ്റെ എണ്ണം കുറവായിട്ട് കാണുന്നു. ടീത്തിൻ്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ, ഒരു സ്ഥലത്ത് ടീത്തിൻ്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ അത് ഫൈൻ പിച്ചായിരിക്കും. ടീത്തിൻ്റെ എണ്ണം കുറവാണെങ്കിൽ അത് കോഴ്സ് പിച്ചോ മീഡിയം പിച്ചോ ഒക്കെ ആയിരിക്കും. ഇനി അടുത്ത് സ്പെസിഫിക്കേഷൻ ഓഫ് ആക്സോ ബ്ലേഡ്. ഒരു ആക്സോ ബ്ലേഡ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആക്സോ ബ്ലേഡ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദർ ലെങ്ത്ത്, പിച്ച് ആൻഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ആക്സോ ബ്ലേഡ് പ്രധാനമായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. ഒരു കടയിൽ നിന്ന് നമ്മൾ ഒരു ആക്സോ ബ്ലേഡ് വാങ്ങുമ്പോൾ എന്താ കാര്യങ്ങൾ പറയണം. ഒന്ന് അതിൻ്റെ ലെങ്ത്ത്, നീളം 250 300 mm, എന്താ വെച്ചാൽ അത് ലെങ്ത്ത്. അടുത്ത പിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ തരം പിച്ചാണ് പറഞ്ഞത്, 3 തരത്തിലുള്ള പിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ്, കോഴ്സ്, മീഡിയം, ഫൈൻ. ഈ 3 തരത്തിലുള്ള പിച്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കോഴ്സ് എന്ന് പറഞ്ഞാൽ 1.4 mm, മീഡിയം എന്ന് പറഞ്ഞാൽ 1.8 mm കോഴ്സ്, 1.4 mm 1, മീഡിയം 0.8 mm, ഫൈൻ. പിന്നെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഏത് ടൈപ്പ് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, ഏത് ടൈപ്പ് മെറ്റീരിയലാണ് പഠിച്ച നമ്മൾ, ലോ അലോയ് സ്റ്റീലും HSS. ഈ 2 തരത്തിലുള്ള മെറ്റലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ആക്സോ ബ്ലേഡ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലെങ്ത്ത്, പിച്ച് ആൻഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. 300 mm × 1.8 mm പിച്ച് LA ഹാർഡ് ബ്ലേഡ്. അപ്പോൾ എന്തൊക്കെ വരും, 300 mm ആണ് നീളം, 1.8 mm ആണ് പിച്ച്, LA ആണ്. LA എന്നാൽ ലോ അലോയ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. ഹാർഡ് ബ്ലേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാർഡ് ബ്ലേഡ് എന്നാൽ ഒരു ടീത്തിൻ്റെ 2 പിന്നിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ പാർട്ടും ഹാർഡൻ ചെയ്തിരിക്കും. അടുത്ത സോ സെറ്റിംഗ്. എന്താണ് സോ സെറ്റിംഗ് നോക്കാം. എന്താണ് സോ സെറ്റിംഗ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മരമൊക്കെ കട്ട് ചെയ്യുന്ന മില്ലിൽ പോയി കഴിഞ്ഞാൽ അവർ ഈ വാള് മൂർച്ചയാക്കിയതിന് ശേഷം 2 ഭാഗത്തേക്ക് ചെറുതായിട്ട് വാള് മാറ്റും. അതുകൊണ്ട് തന്നെ ഒരു വാളിൻ്റെ കനം ഇപ്പോൾ 0.5 mm ആണെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടുണ്ടാക്കുന്നൊരു കട്ട് 2 mm 3 mm ഒക്കെ ഉണ്ടാവും. എന്താ കാരണം, അതിൻ്റെ ടീത്ത് 2 ഭാഗത്തേക്ക്
ചെറുത് നീക്കി വെച്ചിരിക്കും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ ശരിക്കും കട്ട് ചെയ്യാൻ വേണ്ടി. അതപ്പോൾ ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ടു പ്രിവെൻറ്റ് ദ ആക്സോ ബ്ലേഡ് ബൈൻഡിങ് വെൻ പെനിട്രേറ്റിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ടു അലൗ ഫ്രീ ഓഫ് ദ ബ്ലേഡ്, കട്ട് ഈസ് ബ്രോഡർ ദാൻ ദ തിക്നെസ് ഓഫ് ദ ആക്സോ ബ്ലേഡ്. അപ്പോൾ ഫ്രീ ആയിട്ട് ഒരു ആക്സോ ബ്ലേഡ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ പൊട്ടിപ്പോകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അതുണ്ടാക്കിയ കട്ട്, ഒരു ആക്സോ ഉണ്ടാക്കിയ കട്ട് ആ ആക്സോൻ്റെ കനത്തേക്കാൾ കൂടുതലായിരിക്കും. ഇതിനാണ് നമ്മൾ സെറ്റിംഗ് ഓഫ് സോ എന്ന് പറയാം, സോ സെറ്റിംഗ് എന്ന് പറയാം. ആ ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ആക്സോനെ കനം സെൻറ്ററിൽ കാണിച്ചിട്ടുണ്ട്. അതുണ്ടാക്കുന്ന കട്ട് ആ ടീത്ത് രണ്ട് ഭാഗത്തേക്ക് വളച്ചു വെച്ചിരിക്കുന്നത് ചിത്രത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ സെറ്റിംഗ് ഓഫ് ദ ആക്സോ. ഇങ്ങനെയുള്ള പൊട്ടിപ്പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ സോ സെറ്റിംഗ് ചെയ്യാറുണ്ട്. ദർ ആർ 2 types ഓഫ് ആക്സോ ടീത്ത് സെറ്റിങ്സ്. പ്രധാനമായി 2 തരത്തിലുള്ള സെറ്റിങ്സ് ആണ് ആക്സോ സെറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഒന്നാമത് നോക്കുക, സ്റ്റാഗേർഡ് സെറ്റ്. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് എന്താണ് സ്റ്റാഗേർഡ് സെറ്റ് എന്ന്. ആൾട്ടർനേറ്റ് ടീത്ത് ഓർ ഗ്രൂപ്പ് ഓഫ് ടീത്ത് ആർ സ്റ്റാഗേർഡ്. ഒന്നുകിൽ ഓരോ ടീത്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ടീത്ത് 2 ഭാഗത്തേക്കും വളച്ചു വെച്ചിരിക്കും. ദിസ് അറേഞ്ച്മെന്റ് ഹെൽപ്സ് ഫോർ ഫ്രീ കട്ടിംഗ് ആൻഡ് പ്രൊവൈഡ്സ് ഫോർ ഗുഡ് ചിപ്പ് ക്ലിയറൻസ്. അപ്പോൾ ഈ അറേഞ്ച്മെന്റ് എന്ത് സഹായിക്കുന്നു? ഫ്രീ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതേപോലെ ശരിക്കും ചിപ്പ് ക്ലിയറൻസ്, അതിനുള്ള പൊടികളൊക്കെ ശരിക്കും കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതാണ് സ്റ്റാഗേർഡ് സെറ്റ് എന്നാണ് പറയുക. സ്റ്റാഗേർഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ടീത്ത് 2 ഭാഗത്തേക്കും വളച്ചു വെച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീത്ത് വളച്ചു വെച്ചിരിക്കും. ഇതാണ് സ്റ്റാഗേർഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞത്. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും, ഓരോ ടീത്ത് 2 ഭാഗത്തേക്കും നീക്കി വെച്ചിട്ടുണ്ട്. അടുത്തതാണ് വേവ് സെറ്റ്. ഇൻ ദിസ് ദ ടീത്ത് ഓഫ് ദ ബ്ലേഡ് ആർ അറേഞ്ച്ഡ് ഇൻ ദ വേവ് ഫോം. അപ്പോൾ ഇതിലെന്താണ് നമുക്ക് ചിത്രം നോക്കി അറിയാൻ പറ്റും, ഒരു വേവ് പോലെ, ഒരു തിരമാല പോലെ 2 ഭാഗത്തേക്ക് ചെറുതായിട്ട് വളച്ചു വെച്ചിരിക്കുകയാണ്. ഓരോന്ന് 2 ഭാഗത്തേക്കും വളയ്ക്കല്ല, ഒരു വേവിൻ്റെ ആകൃതിയിൽ വളച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് വേവ് സെറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ഓരോ തരം പിച്ചിനും ഓരോ തരം സെറ്റിംഗാണ് ഉപയോഗിക്കുന്നത്. ഇത് കാണാൻ പറ്റും. 0.8 mm വേവ് സെറ്റ്. അപ്പോൾ ഫൈൻ ബ്ലേഡ് നമ്മൾ വേവ് സെറ്റാണ് ഉപയോഗിക്കുന്നത്. 1 mm ആണെങ്കിൽ വേവ് സെറ്റും സ്റ്റാഗേർഡ് സെറ്റും ഉപയോഗിക്കാം. ഓവർ 1 mm ഈ സ്റ്റാഗേർഡ്, 1 mm കൂടുതലാണെങ്കിൽ സ്റ്റാഗേർഡ് സെറ്റിംഗ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് 2 തരത്തിലുള്ള സെറ്റിംഗ്. ഏതൊക്കെയാണ്? സ്റ്റാഗേർഡ് സെറ്റിംഗ് ആൻഡ് വേവ് സെറ്റിംഗ്. ഫോർ ദി ബെസ്റ്റ് റിസൾട്ട്സ്, the blade with the right pitch should be fitted correctly. അപ്പോൾ ആ ബ്ലേഡ് ശരിയായ പിച്ച് സെലക്ട് ചെയ്യണം. അതോടൊപ്പം ശരിക്കും കറക്റ്റ് ഫിറ്റ് ചെയ്യണം. എന്താ ഫിറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? അതിൻ്റെ ടീത്ത് എപ്പോഴും ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കണം. ആ ഒരു ബ്ലേഡിൻ്റെ ടീത്ത് ഒരു ഭാഗത്തേക്ക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, ആ ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് സെലക്ഷൻ ഓഫ് ബ്ലേഡ്. ഒരു ബ്ലേഡ് സെലക്ട് ചെയ്യുമ്പോൾ എന്തോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ആ ചിത്രത്തിൽ നോക്കി അറിയാൻ പറ്റും. ദ സെലക്ഷൻ ഓഫ് ബ്ലേഡ് ഡിപ്പെൻഡ്സ് ഓഫ് ദ ഷേപ്പ് ആൻഡ് ഹാർഡ്നെസ് ഓഫ് മെറ്റീരിയൽ ടു ബി കട്ട്. ആ ഏത് ഷേപ്പ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, അതേപോലെ ഏത് ഹാർഡ്നെസ് ഉള്ള ബ്ലേഡാണ് മെറ്റലാണ് കട്ട് ചെയ്യുന്നത് എന്നനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യണം. ഒന്ന് പിച്ച് സെലക്ഷൻ. ഫോർ സോഫ്റ്റ് മെറ്റീരിയൽ സച്ച് ആസ് ബ്രോൺസ്, ബ്രാസ്, സോഫ്റ്റ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, ഹെവി ആംഗിൾസ് എക്സെട്ര 1.8 mm പിച്ച് ബ്ലേഡ്. അപ്പോൾ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ബ്രോൺസ്, ബ്രാസ്, സോഫ്റ്റ് സ്റ്റീലൊക്കെ ആണ് കട്ട് ചെയ്യുന്നത് എന്ന് കരുതുക. അപ്പോൾ നമ്മൾ 1.8 mm പിച്ചാണ് ഉപയോഗിക്കുന്നത്, കോഴ്സ് പിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇനി ടൂൾ സ്റ്റീൽ ഹൈ കാർബൺ ഹൈ സ്പീഡ് സ്റ്റീൽ യൂസ് 1.4 mm പിച്ച്. നമ്മൾ ഉപയോഗിക്കുന്നത് ടൂൾ സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? 1.4 mm പിച്ച് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഫോർ ആംഗിൾ അയൺ, ബ്രാസ് ട്യൂബിംഗ്, കോപ്പർ 1 mm പിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ആംഗിൾ അയണും കോപ്പർ ട്യൂബൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അതിന് 1 mm പിച്ച് ഉപയോഗിക്കുന്നു. ഫോർ കോൺഡ്യൂട്ട് ആൻഡ് അതർ തിൻ ട്യൂബിംഗ് സെലക്ട് ഷീറ്റ് മെറ്റൽ വർക്ക് യൂസ് 0.8 mm പിച്ച്. അപ്പോൾ നമ്മൾ ഷീറ്റ് മെറ്റലൊക്കെ ആണ് കട്ട് ചെയ്യുന്നത് കരുതുക. അപ്പോൾ നമ്മൾ 0.8 mm പിച്ച് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ കോഴ്സ് പിച്ചൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ട്യൂബ് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഷീറ്റ് കട്ട് ചെയ്യാനോ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ മുന്നോട്ട് നീങ്ങില്ല, കുടുങ്ങി കിടക്കും. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഓരോ ചിപ്പ് ക്ലിയറൻസിന് വേണ്ടി പലതരത്തിലുള്ള മെറ്റൽസ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. അടുത്ത മെത്തേഡ് ഓഫ് സോയിങ്. ഒരു സോയിങ് മെത്തേഡ്, എങ്ങനെയാണ് നമ്മൾ സോയിങ് ചെയ്യുന്നതിന് മെത്തേഡ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. സെലക്ട് ദ കറക്റ്റ് ബ്ലേഡ് ഫോർ മെറ്റീരിയൽ ടു ബി കട്ട്. ആദ്യം അതിന് ആവശ്യമായ കറക്റ്റ് ബ്ലേഡ് സെലക്ട് ചെയ്യാം. അടുത്ത്
സെലക്ട് ദ കറക്റ്റ് നമ്പർ ഓഫ് ടീത്ത് ഇഞ്ച് ജനറൽ റൂൾ ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 3 ടീത്ത് ഷുഡ് ബി എക്സ്റ്റെൻഡ് അക്രോസ് ദ സർഫസ് ഓഫ് മെറ്റീരിയൽ ടു ബി കട്ട്. അപ്പം കറക്റ്റ് പിച്ച് സെലക്ട് ചെയ്യാം. എങ്ങനെ പറഞ്ഞാലും നമ്മൾ ആ മെറ്റലിൻ്റെ മുകളിൽ 2-3 ടീത്ത് നിൽക്കണം. വളരെ കനം കുറഞ്ഞ ഷീറ്റാണെങ്കിൽ നമുക്കതാണ് അതിന് 1-2 ടീത്ത് നിൽക്കുന്നത് വളരെ ചെറുതായിട്ടുള്ള ഫൈൻ പിച്ച് സെലക്ട് ചെയ്യണം. അപ്പോൾ 2-3 ടീത്ത് എപ്പോഴും വർക്കിൻ്റെ മുകളിൽ നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ സെലക്ട് ചെയ്യണം. ദ ഹാൻഡ് ഹോൾഡ്സ് ദ ആക്സോ ഹാൻഡിൽ ആൻഡ് ദി ഇൻഡെക്സ് ഫിംഗർ ഈ സപ്പോർട്ട് ഹാൻഡിൽ ആൻഡ് ആൾസോ പോയിൻറ്റ്സ് ഡയറക്ഷൻ ടു കട്ടിങ്. അപ്പോൾ നമ്മൾ കയ്യിൽ ശരിക്കും പിടിച്ചതിന് ശേഷം എന്താണ് മുന്നോട്ട് പുറകോട്ടും മൂവ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് കട്ടിങ് പ്രധാന പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ വലത് കൈ ഉപയോഗിച്ച് സപ്പോർട്ട് വലത് ഉപയോഗിച്ച് പിടിച്ചിട്ട് ഇടത് കൈ ഉപയോഗിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കണം. ദി അതർ ഹാൻഡ് ഹോൾഡ്സ് ദി ഫ്രെയിം നിയർ ദ വിങ്നെറ്റ്. മറ്റ് ഒരു കൈ വലത് കൈ നമ്മൾ ശരിക്കും മുറുകെ പിടിച്ചതിന് ശേഷം വിങ്നെറ്റിൽ സപ്പോർട്ട് ചെയ്യുകയാണ് ഇടത് കൈ ഉപയോഗിച്ച് ചെയ്യുന്നത്. ദ സോയിങ് ഷുഡ് ബി ക്യാരിഡ് ക്ലോസ് ടു ദ ജോസ് ഓഫ് വൈസ്. എപ്പോഴും പരമാവധി അടുപ്പിച്ചിട്ട് മാത്രം ഫിറ്റ് ചെയ്യണം. അതേപോലെ ഇത് ചൂട് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇടയ്ക്ക് കൂളിംഗ് കൊടുത്തിരിക്കണം. ബ്ലേഡ് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഹാർഡ്നെസ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇടയ്ക്ക് കൂളിംഗ് ഒക്കെ കൊടുത്തിരിക്കണം. ഇതൊക്കെ നമ്മൾ ഹാക്സോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഹാക്സോ ഫ്രെയിം ആൻഡ് ബ്ലേഡാണ്. ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളും പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ്.